ഒറ്റ ശീലം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മീനാക്ഷിയോട് മേനോൻ സാറിൻ്റെ വൈഫിന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ മേനോൻ സാറ് മീനാക്ഷിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഫോൺ എടുക്കുന്നത് തുളസീധര ചേട്ടനാണ്. സാർ എന്നാ രാത്രിയിൽ ഒരു വിളി? 9:30 മണിയല്ലേ ആയുള്ളൂ, നിങ്ങളെല്ലാം ഉറങ്ങിയിരുന്നോ എന്ന് മേനോൻ സാറ് ചോദിക്കുന്നുണ്ട്. തുളസി ചേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഉറങ്ങാതിരിക്കുമോ, അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണെന്ന്. സാർ എന്തിനാ രാത്രി ആ സമയത്തൊക്കെ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആണുങ്ങളെ ആണെങ്കിൽ വേണ്ടില്ല, മീനാക്ഷി അല്ലേ നിങ്ങൾ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. മേനോൻ സാറ് പറയുന്നുണ്ട്, അതെ ഞാൻ മീനാക്ഷി തന്നെയാണ് വിളിച്ചതെന്ന് പറയാണ്. എന്താ അതിന് കുഴപ്പമൊന്നും ചോദിക്കുന്നു. അപ്പോൾ തുളസി ചേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കുഞ്ഞിനെ പ്രസവിച്ച് തരാമെന്ന് മാത്രം ഞങ്ങൾ ഏറ്റിട്ടുള്ളൂ, ഇതൊക്കെ ഒരു അതിര് കടന്ന പ്രവൃത്തിയാണെന്ന് പറയുന്നു. അപ്പോൾ മേനോൻ സാറ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മീനാക്ഷിയുടെ സുഖവിവരങ്ങളൊന്നും അപ്പോൾ അറിയണ്ടേ എന്ന് ചോദിക്കുന്നു. അതെല്ലാം കൃത്യമായിട്ട് തന്നെ ചന്ദ്രമോഹൻ സാറിനെ അറിയിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് തുളസി ചേട്ടൻ. അതും പോരെങ്കിൽ ഇനി നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചാൽ മതി, അപ്പോൾ എല്ലാ വിവരങ്ങളും അവിടെ നിന്ന് അറിയാൻ പറ്റുമെന്നും പറയുന്നു. മേനോൻ സാറ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ മകളായിട്ട് സംസാരിക്കേണ്ട, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിട്ടാണ് എനിക്ക് സംസാരിക്കേണ്ടതെന്ന് പറയുന്നു. മീനാക്ഷിയുമായിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ സംസാരിക്കാമെന്ന് ഞാൻ ഒരു മുദ്രപത്രത്തിൽ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ടില്ല എന്നെല്ലാം പറയാണ്ടോ തുളസി ചേട്ടൻ. ഇത് കേൾക്കുന്ന മേനോൻ സാറ് പറയുന്നു, ചേട്ടന് ഇത് എന്തിൻ്റെ കേടാ, ചില അമ്മായിയമ്മമാരൊക്കെ പോലെ മകൻ ഭാര്യയോട് മിണ്ടുന്നത് കാണാൻ മേല. തുളസി ചേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾക്കിതെല്ലാം ഒരു കുട്ടിക്കളിയാണ്, പക്ഷേ എൻ്റെ ചങ്കിലെ തീയാണിതെന്നെല്ലാം പറയാണ്. ഒരു കൊച്ചിനെ പ്രസവിച്ച് തന്നിട്ട് പോയി ചാവാനൊന്നും ഞങ്ങൾക്ക് മേലായെന്നും പറയുന്നു. ഈ ലോകത്ത് ഞങ്ങൾക്ക് ഇനിയും ജീവിക്കേണ്ടതല്ലേ, നിങ്ങൾ ഈ കൊച്ചിനെ വാങ്ങിച്ച് പൊടിയും തട്ടി അങ്ങനെ പോവില്ലേ എന്നൊക്കെ പറയാണ്ടോ തുളസി ചേട്ടൻ. എൻ്റെ മോളുടെ ഭാവിയെ പറ്റി നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ. ഇത് കേൾക്കുന്ന മേനോൻ സാറ് പറയുന്നുണ്ട്, നിങ്ങളുടെ മോളുടെ ഭാവിയും കൂടി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പൈസ തരുന്നതെന്ന് പറയുന്നു. നിങ്ങളുടെ പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഈ ബാധ ഒന്ന് തലേന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന് തുളസി ചേട്ടൻ പറയാം കേട്ടോ. അതിനിടയിലാണ് വിളിയും പറച്ചിലും എല്ലാം പറയുന്നു. ശരി, ഇനി ഞാൻ വിളിക്കുന്നില്ല എന്ന് മേനോൻ സാറ് പറയുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ മോളെയും വേണ്ട, അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെയും വേണ്ട എന്നെല്ലാം പറയാം കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന തുളസി ചേട്ടൻ ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ്. നിങ്ങൾ വാങ്ങിച്ച പൈസയും തിരിച്ചു തരണ്ട, അതെല്ലാം മടിയിൽ വെച്ച് അങ്ങോട്ട് ഇരുന്നോളാൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, നിങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ മേനോൻ സാറ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ, മീനാക്ഷിയോട് സംസാരിച്ചാൽ നിങ്ങളുടെ മാനം പൊട്ടിത്തെറിക്കുന്നല്ലേ പറയുന്നത്. ഇതെല്ലാം കേൾക്കുന്നതോടുകൂടി തുളസി ചേട്ടൻ ആകെ വല്ലാണ്ടാകുന്നു. ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം.